ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിക്കുറുമ്പീസ്. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഈ ഗാർഡനിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ കയറിയത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം. എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്ര നേരത്തെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്, ചുമ്മാ ഗാർഡനാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. കാരണം കുറേ പൂക്കൾ കാണാം, ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് പല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇത് പോകുന്ന വഴി അവിടെ ഇങ്ങനെ പതിവ് പോലെ ടൂറിസ്റ്റുകളെ പിടിക്കാനായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്, ഓരോ സാധനങ്ങളും വിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നന്നൂന് ആ തൊപ്പി വേണമെന്നുകൊണ്ട് വാശി പിടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്നിട്ട് നന്നൂന് തൊപ്പിയൊന്നും വാങ്ങിച്ചില്ല, പൊന്നൂന് തൊപ്പി ഒരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 40 റുപ്പീസായിരുന്നു തോന്നുന്നു. അത് വാങ്ങിച്ചു. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 450 രൂപയായി ടിക്കറ്റ്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല രസകരമായിട്ടുള്ളൊരു ഗാർഡൻ തന്നെയായിരുന്നു. ഒരുപാട് ഏരിയ നമുക്ക് നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവിങ് ആയി തുടങ്ങിയിട്ട് 1-2 വർഷം ആയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് മുമ്പൊക്കെ പോകുമ്പോൾ ഇത് അത്ര വലിയ ഒരു ഒരു ഗാർഡനൊന്നും ആയിരുന്നില്ല അത്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് അവിടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ വ്യൂ, ആ പാർക്കിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ഏരിയയും എവിടേക്കാണ് നമുക്ക് ശരിക്കും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി കോർണർ ഇസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായി. ഈ ഫ്ലവർ ഭയങ്കര ഒരു വലിപ്പമുള്ളൊരു ഫ്ലവറാണ്. നല്ല രസമാണത് കാണാനായിട്ട്. പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ നല്ല ഭംഗിയുള്ള ഫ്ലവർ. ഇതിൻ്റെ കുറേ വെറൈറ്റി കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ചൈനീസ് ബോൾസ്, അതുപോലെ തന്നെ പിന്നെ റോസ്, കുറേ പലതരത്തിലുള്ള റോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റ് ഹൗസിൽ ചെന്നു. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്ക് മൊത്തം ഒന്ന് നടന്നു. പിന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ പോയി കാണാനും ആസ്വദിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാർക്കിലുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് പോയി കാണുക. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നല്ല ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്ക് ആ ഏരിയ ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ ലൈറ്റ് ഹൗസിലോട്ട് കയറുന്ന സ്റ്റെപ്പാണ് കേട്ടോ അത്. അവിടെ നിന്ന് ഉള്ള കാഴ്ചയാണ്, ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വ്യൂ ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പാർക്കിൻ്റെ അകത്തോട്ട് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സന്ധ്യയായി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിട്ട് മാറി. ഭയങ്കര അവിടെ ഡിസ്കോയും പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ കാണാനൊക്കെ ആയിട്ട് ആളുകൾ ഒരു 6 മണി 6:30 അതിന് ശേഷമാണ് കേട്ടോ, 6:30-ക്കൊക്കെ ശേഷമാണ് ഭയങ്കര തിരക്കായത്. പക്ഷേ പകലുപോലെ തന്നെ നല്ല വെളിച്ചമായിരുന്നു പാർക്കിൻ്റെ അകത്ത്. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളതിൽ നടന്ന് പിന്നെ കുറച്ച് കടലയൊക്കെ വാങ്ങിച്ച് അതൊക്കെ കുറച്ചുകൊണ്ട് പാർക്കിലൂടെ ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് നേരം ഒരു സ്ഥലത്ത് പോയി ഇരുന്നു കേട്ടോ. ഒരു റിവറുണ്ട്, ആ റിവറിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം തുടർന്നു. അങ്ങനെ നടന്ന് കുറേ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഡിനോസർ, എലിഫൻറ്റ്, അതൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് പോയി ഫോട്ടോയൊക്കെ എടുക്കാം.
ജിറാഫിൻ്റെ ഇങ്ങനെ സൗണ്ട് കേൾക്കണതും അതുപോലെ തന്നെ എന്താണ് കണ്ണ് ചുമന്ന കളറിൽ മൗത്ത് ഓപ്പൺ ആവണതും അങ്ങനെയൊക്കെ ഉള്ള ജിറാഫിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നറന്നൊരു സൗണ്ട് ഇടുമ്പം അതിൻ്റെ ആ ഒരു വാലും പിന്നെ അതിൻ്റെ തുമ്പിക്കൈയും അതിൻ്റെ ചെവിയും ഇങ്ങനെ കിടന്ന് പ്രവർത്തിക്കുക, അതിങ്ങനെ ആക്റ്റീവ് ആകുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ട് ഞങ്ങൾ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നടക്കാൻ, ഭയങ്കരമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മടുത്തു പോകും ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഏരിയ ഉണ്ട് നടക്കാനായിട്ട് ഒരുപാട്. പിന്നെ അധികം റഷൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഏരിയ കവർ ചെയ്ത് പോരാൻ പറ്റും. പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെല്ലുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ എലിഫൻ്റ് എന്ന് പറയുന്നത്. ഈ എലിഫൻറ്റിൻ്റെ എന്താണ് കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. അതിൻ്റെ ഒരു ഇലക്ട്രിക്കാണ് സംഭവം. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ തുമ്പിക്കൈ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മൂവ് ചെയ്യും, അതുപോലെ അതിൻ്റെ വാല് ഇങ്ങനെ കിടന്നിങ്ങനെ ആടും, അതുപോലെ പിന്നെ അതിൻ്റെ ചെവിയും ഇങ്ങനെ കിടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ആനയുടെ സൗണ്ടൊക്കെ ഇട്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു പിള്ളേരെ. അതിനോടടുത്തായിട്ട് ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ചെടികളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിനോസറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ നമ്മളവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉള്ളത്. ഈ ഡിനോസർ ഇരിക്കുന്ന ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കവിടെ ലോണിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഇത് ഒരു താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങളതിലെ കുറേ സമയം നടന്നു. അപ്പോഴാണ് അവിടെ സൺഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടത്. ഒരു ഫങ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്, ഒരു വോക്ക് വേ ആണല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ പാർക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്താറാകുമ്പോഴാണ് ഈ ഒരു വോക്ക് വേ ഇങ്ങനെയുള്ള കാണുന്നത്. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ ചെടികളും കാര്യങ്ങളുമൊക്കെ ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ല മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഗ്രീൻ ഹൗസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാർക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പാർക്ക് ചുറ്റിക്കണ്ട് നമ്മൾ വരുന്നു. പിന്നെ നമ്മൾ മെയിൻ എൻട്രിയുടെ പുറത്തേക്കായിട്ടില്ല. മെയിൻ എൻട്രിയുടെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വന്ന ലക്ഷ്യം തന്നെ എന്തായിരുന്നു, മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ബൊട്ടാണിക്കൽ പാർക്കിലോട്ട് കയറിയത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 6:45 ആ ഒരു ടൈമിലോട്ടൊക്കെ എത്തിയായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോഴേക്കും കുറേ പാട്ടൊക്കെ വെച്ചിട്ട് ആളുകൾ കുറേ ഡിസ്കോ കളിക്കുകയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ജസ്റ്റ് കുറേയും എൻജോയ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 7 ആയപ്പോഴാണ് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അതും നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ ട്രെൻഡിങ് സോങ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാനായിട്ട്. പിന്നെ ഡിസ്കോ കളിച്ച് അതൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. മാക്സിമം ആളുകളെ എൻ്റർടൈൻ ചെയ്ത് തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോകണം. ഞങ്ങളങ്ങനെ പാർക്കിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. 7:30 ഒക്കെ ആയി. 7:30 ആയപ്പോഴേക്കും പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. താങ്ക്